ഈ ഒരു വീഡിയോയിൽ ഇവിടെ വിശദീകരിക്കുന്നത് ടൈപ്സ് ഓഫ് സെൽ റെഫറൻസസ് ആൻഡ് നെയിമിംഗ് റേഞ്ച് ആണ്. ഇതിൻ്റെ ഒരു തിയറി വശം പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് സെൽ റെഫറൻസുകളെന്നും എന്താണ് നെയിമിംഗ് റേഞ്ച് നമ്മൾ പ്രാക്ടിക്കൽ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. ഇവിടെ സെൽ റെഫറൻസുകൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്നും, മറ്റൊന്ന് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്നും, മറ്റൊന്ന് മിക്സഡ് സെൽ റെഫറൻസ് എന്നും. നമുക്കിവിടെ ഇത്തരം സെൽ റെഫറൻസുകൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഞാനൊരു ഇക്വേഷൻ യൂസ് ചെയ്തു. ഇവിടെ ഒരു ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്തു. എന്താ യൂസ് ചെയ്തത്? ഈസിക്കൽ ടു F9 പ്ലസ് F10 പ്ലസ് F11 പ്ലസ് F12. ഇത്രയും വാല്യൂ ആഡ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എത്ര 100 കിട്ടി. എന്നിട്ട് അടുത്ത സെല്ല് ഞാൻ ഇത് കോപ്പി ചെയ്യാണ്. ഇത് കോപ്പി ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് സെലക്ട് ചെയ്യുക. ഈ ഒരു കോർണറിൽ ഈ ഒരു സിമ്പിൾ വരുമ്പോൾ ക്ലിക്ക് അടിക്കുക, ദെൻ ഡ്രാഗ്. നമുക്ക് എന്ത് ചെയ്യാം? എത്ര സെല്ല് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ F9 പകരം ഇവിടെ എത്തുമ്പോൾ G9 ആണ്. അതുപോലെ G9 പകരം ഇവിടെ എത്തുമ്പോൾ എന്താ? H9, ഇങ്ങനെ I9, J9, ഇങ്ങനെ എന്ത് ചെയ്യും? മാറ്റം വരുന്നു. ഇങ്ങനെ റെഫറൻസുകളിൽ എന്ത് ചെയ്യുന്നു? വരുന്ന മാറ്റത്തെയാണ് ഇവിടെ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ ഒക്കേഷനിൽ എന്ത് മാറും? ഇവിടെ F ഉള്ള G ആവും, G ഉള്ള H ആവും. ഇങ്ങനെ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലേറ്റീവ് സെൽ റെഫറൻസ് അല്ലെങ്കിൽ നോർമൽ സെൽ റെഫറൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. ആബ്സല്യൂട്ട് സെൽ റെഫറൻസിന് വേണ്ടി ഞാൻ ഇവിടെ ചെയ്തത്, ഇവിടെ സെയിൽസ് വാല്യൂ അതുപോലെ റേറ്റ് ഓഫ് കമ്മീഷനും, എന്നിട്ട് ഞാൻ കമ്മീഷൻ എമൗണ്ട് കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടി ഞാൻ ഈസിക്കൽ ടു സെയിൽസ് ഇൻറ്റു കൊടുത്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. നമുക്ക് ഇത്ര 10,000 കിട്ടി. ഇതെന്ത് ചെയ്തു? ഡ്രാഗ് അടിച്ചു. പക്ഷെ ഇവിടെ ഒന്നും വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ 10% എന്നുള്ളത് എല്ലാ സെയിൽസ് എമൗണ്ടിൻ്റെ കൂടെയും കാണേണ്ടതാണ്. അത് കാണുന്നതിന് വേണ്ടി ഞാൻ ഇവിടുത്തെ ഇക്വേഷനിൽ ഒരു മാറ്റം വരുത്തുകയാണ്. ഇവിടെ ഇപ്പം വന്നത് എന്താണ്? F2 ഇൻറ്റു F3 ആണ്. ഈ F3 എന്നുള്ളിടത്ത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു. എഫിൻ്റെ മുമ്പിൽ ഞാൻ ഒരു ഡോളർ സിമ്പിൾ കൊടുക്കുന്നു. അതിന് ഷിഫ്റ്റ് ഡോളർ. അതുപോലെ 3ൻ്റെ മുമ്പിലും ഡോളർ സിമ്പിൾ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ 10% കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെയുള്ള ഫോർമുലയിൽ വർക്ക് ചെയ്യും, ഇവിടെയുള്ള ഫോർമുലയിൽ വർക്ക് ചെയ്യുന്നു, ഇവിടെയും എന്ത് ചെയ്യുന്നു? ഈ F3 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. ഇപ്പോൾ ഇത്ര 10,000 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? കോർണറിൽ പിടിച്ച് വലിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഇതിൻ്റെ ആൻസർ കിട്ടി. ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ G2 ഇൻറ്റു F3 ഉണ്ടോ? F3 എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ F3 കോൺസ്റ്റൻ്റ് ആയി സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഇത്തരം സെൽ റെഫറൻസുകളെയാണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മിക്സഡ് സെൽ റെഫറൻസ് ആണ്. മിക്സഡ് സെൽ റെഫറൻസ് എന്നത് റിലേറ്റീവും അതുപോലെ തന്നെ ആബ്സല്യൂട്ടും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മിക്സഡ് സെൽ റെഫറൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ ഞാൻ കൊടുത്തു. അതവിടെ സെയിൽസും ഉണ്ട്, അവനെ റേറ്റും തന്നു. ഈ ഒരു ഇക്വേഷനിൽ F17 ഇൻറ്റു F15 ആണ്. ഇതെന്ത് ചെയ്തു? ഞാൻ ഫസ്റ്റ് F17 ഉള്ളതിൽ Fൽ ഞാൻ ഡോളർ സിമ്പിൾ എടുത്തു. 17 കൊടുത്തില്ല. ആ 17 ഉള്ള എന്ത് ചെയ്യും? അടുത്ത സെല്ലിലേക്ക് ഓട്ടോമാറ്റിക്കായി പോകണം. അങ്ങനെ $F15 അഥവാ എല്ലാത്തിലും റേറ്റ് സെയിം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ നേരത്തെ കൊടുത്ത മാതിരി എന്ത് ചെയ്തു? കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി Fൻ്റെ മുമ്പിലും അതുപോലെ 15ൻ്റെ മുമ്പിലും ഡോളർ സിമ്പിൾ കൊടുത്തു.
ഈ 17 അഥവാ ഫസ്റ്റത്തെ ഇതിൽ 17 എന്ത് ചെയ്തില്ല, ഡോളർ സിമ്പിൾ കൊടുത്തില്ല. ആ 17 18, 19, 20 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, 17ന്റെ മുമ്പിൽ ഡോളർ സിമ്പിൾ കൊടുക്കാതിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു. നേരത്തെ പറഞ്ഞ ഈ കോർണറിൽ പിടിച്ച് എന്ത് ചെയ്തു, താഴോട്ട് വലിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കിട്ടിയ ആൻസർ, ഇവിടെ കിട്ടിയ എന്തേന് $F17 ആണ്. ഇനി അടുത്ത് എന്തായി, $F18 ആയി, $F19, $F20. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നു, റോയിൽ മാറ്റം വരുന്നു, അതുപോലെ കോളത്തിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടും ഉപയോഗിച്ചു. ഒന്ന് കോൺസ്റ്റൻ്റ് ആണ്, കോളം ഹെഡ് കോൺസ്റ്റൻ്റ് ആണ്, റോ എന്താണ്, റിലേറ്റീവ് ആണ്. ഇതിനെയാണ് നമ്മൾ മിക്സഡ് സെൽ റെഫറൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചത് ഇവിടെ ടോട്ടൽ കമ്മീഷൻ കാണും. ഈ ഒരു 4 കമ്മീഷനും എത്രയാണ് ടോട്ടൽ എന്ന് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ നെയിമിംഗ് റേഞ്ച് ഉപയോഗിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഇത് സെലക്ട് ചെയ്തു. G70 മുതൽ G20 വരെ സെലക്ട് ചെയ്തു. ഗോ ടു ഡാറ്റ മെനു, ഡിഫൈൻ റേഞ്ചിൽ ഞാൻ എന്ത് ചെയ്തു, അവിടെ കമ്മീഷൻ്റെ ഷോർട്ടായിട്ട് ഞാൻ COM എന്ന് കൊടുത്തു. ദെൻ ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കമ്മീഷൻ കാണാൻ വേണ്ടി ഞാനൊരു ടോട്ടൽ കമ്മീഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈസിക്കൽ ടു സമ്മാണ് ടോട്ടൽ ഞാൻ ഉപയോഗിക്കുന്നത്. സം ഓഫ് കമ്മീഷൻ്റെ ഷോർട്ടായിട്ടില്ല, COM എന്ന് കൊടുത്തു. ദെൻ എൻ്റർക്ക് വെച്ചത്. COM എൻ്റർ കീ. അപ്പോൾ എന്ത് ചെയ്ത്, ഈ കമ്മീഷൻ ടോട്ടൽ ചെയ്തു. കമ്മീഷൻ മൊത്തം 12,500 ആണ് കിട്ടിയത്. ഇനി നമ്മൾ ഇതിന് പകരം റേഞ്ച് കൊടുക്കുകയാണെങ്കിൽ അതേ തന്നെ കിട്ടുക. സം ഓഫ് ഞാൻ എന്ത് ചെയ്തു, ഈ റേഞ്ച് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. അപ്പോൾ എന്താണ് 12,500 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നെയിമിംഗ് റേഞ്ച് ഉപയോഗിക്കുന്നത് എന്തിനാണ്, റേഞ്ചിന് പകരം ഒരു പേര് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇവിടെ നെയിമിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഒന്നിൽ ഇവിടെ എന്താ ഉപയോഗിച്ച് COM അതാ കമ്മീഷൻ്റെ ഷോർട്ടായിട്ട് കമ്മീഷൻ ഉപയോഗിച്ചു. രണ്ടാമത്തിൽ എന്ത് ചെയ്തു, ആ സ്ഥാനത്ത് റേഞ്ച് ഉപയോഗിച്ചു. റേഞ്ചിന് പകരം നെയിം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നെയിമിംഗ് റേഞ്ച് എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ സൂചിച്ച തിയറിയിലേക്ക് പോവാം. ഇപ്പോൾ പറഞ്ഞ അത് വെച്ചുള്ള തിയറിയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് നെയിമിംഗ് റേഞ്ച് എന്നുള്ളതാണ്. ദ നെയിമിംഗ് റേഞ്ച് ഗിവിംഗ് എ നെയിം ടു എ സ്പെസിഫിക് റേഞ്ച്. ഒരു പ്രത്യേക റേഞ്ചിന് എന്ത് ചെയ്യും, പേര് കൊടുക്കുന്നു. അത് നമ്മളിപ്പോൾ പറഞ്ഞു, ഡാറ്റയിൽ പോയിട്ട് എന്ത് ചെയ്തു, ഡിഫൈൻ റേഞ്ച് എടുത്തു, എന്നിട്ട് പേര് കൊടുത്തു. അതിൻ്റെ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ. സെലക്ട് ചെയ്ത റേഞ്ച് ആദ്യം എന്ത് ചെയ്തു, എവിടെയാണോ നെയിം കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു. ദെൻ ഡാറ്റയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ റേഞ്ച് എടുക്കുന്നു. ദെൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ നെയിമിംഗ് റേഞ്ച് എന്നുള്ളത്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് സെൽ റെഫറൻസ് ആണ്. 3 തരം സെൽ റെഫറൻസ് ഉണ്ട്. റിലേറ്റീവ് റെഫറൻസ്, ആബ്സല്യൂട്ട് റെഫറൻസ്, മിക്സഡ് സെൽ റെഫറൻസ്. അതിൽ റിലേറ്റീവ് സെൽ റെഫറൻസ് അഥവാ നോർമൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇൻ റിലേറ്റീവ് സെൽ റെഫറൻസ് വെൻ എ ഫോർമുല ഈസ് കോപ്പീഡ് ടു അനദർ സെൽ. ഒരു ഫോർമുല ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ദ സെൽ റെഫറൻസ് ഗിവൺ ഇൻ ദി ഫോർമുല വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ്. എന്ത് ചെയ്യുന്നു, ആ റെഫറൻസിൽ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് സംഭവിക്കുന്നു. അതാ പുതിയ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായി ചേഞ്ച് സംഭവിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു, പ്ലസ് ചെയ്യേണ്ടതിൽ എന്ത് ചെയ്യുന്നു, ഓരോ കോളം ഹെഡുകളിൽ എന്ത് ചെയ്തു, മാറ്റം സംഭവിച്ചു. അങ്ങനെ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. അൺലൈക്ക് റിലേറ്റീവ് റെഫറൻസസ്, ആബ്സല്യൂട്ട് റെഫറൻസ് സെൽ ഡസ് നോട്ട് ചേഞ്ചിങ് വെൻ കോപ്പിഡ് ടു അനദർ ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല, റെഫറൻസിൽ മാറ്റം സംഭവിക്കുന്നില്ല. അതെന്ത് ചെയ്യുന്നു, ആൻ ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് യൂസ്ഡ് ടു കീപ് എ സെൽ കോൺസ്റ്റന്റ് ഇൻ ദി ഫോർമുല. ആ ഒരു ഫോർമുലയിൽ എന്ത് ചെയ്യുന്നു, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കോളം ഹെഡിൻ്റെ മുമ്പിലും അതിൻ്റെ റോ ഹെഡിൻ്റെ മുമ്പിലും ഡോളർ സിമ്പിൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ
അത് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയി നിൽക്കുകയും അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. നേരത്തെ കമ്മീഷൻ കാണാൻ വേണ്ടി 10% ഉള്ള സെല്ലിന് മുമ്പിൽ എന്ത് ചെയ്തു, കോളം ഹെഡിന്റെ മുമ്പിലും റോ ഹെഡിന്റെ മുമ്പിലും ഡോളർ സിമ്പിൾ ഉപയോഗിച്ചു. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു. ദെൻ മറ്റൊന്ന് മിക്സഡ് സെൽ റെഫറൻസ്. ആബ്സല്യൂട്ട് സെൽ റെഫറൻസും അതുപോലെ റിലേറ്റീവ് സെൽ റെഫറൻസും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സഡ് സെൽ റെഫറൻസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്ന് $C4, ഇത് സി എന്നുള്ള കോളം എന്തായിരിക്കും, കോൺസ്റ്റന്റും റോ റിലേറ്റീവ് ആണ്. ഇതിനെയാണ് മിക്സഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ $5, ഇവിടെ സി റിലേറ്റീവ് അതാ കോളം റിലേറ്റീവും 5 എന്നുള്ള റോ കോൺസ്റ്റന്റുമാണ്. ഇതിനെയാണ് നമ്മൾ മിക്സഡ് സെൽ റെഫറൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം എന്ത് ചെയ്യുക, സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, പഠിച്ചതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.